ഒരാണും ഒരു പെണ്ണും ഉൾപ്പെട്ടു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാനത്ത് കൊണ്ട് ദുആ ചെയ്ത വിഭാഗം എത്രയുണ്ട്? അതെണ്ണിയാൽ ഇന്നത്തെ സദസ്സന്നതിന് മതിയാകൂല, അത്രയും അധികമുണ്ട്. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരെ അള്ളാഹുവിന്റെ റസൂല് ലാനത്ത് ചെയ്തിട്ടുണ്ട്. ബാപ്പാനെയും ഉമ്മാനെയും പഴിക്കുന്നവനെ നബി തങ്ങൾ ലാനത്ത് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, അതേ രൂപത്തിൽ തന്നെ മുതിർന്ന ആളുകളെ ബഹുമാനിക്കാത്തവർക്ക് നബി തങ്ങളെ ലാനത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാനത്ത് ചെയ്ത വിഭാഗമാണ് സാരിഖീങ്ങൾ. മോഷണം നടത്തുന്നവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ലാനത്ത് കിട്ടിയവരാണ്. ഷാരിബുൽ ഖംറ്, അതുമായി ബന്ധപ്പെട്ട് 10 വിഭാഗത്തെ അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട്. ഖംറുമായി ബന്ധപ്പെട്ട്, മദ്യപാനവുമായി ബന്ധപ്പെട്ട്, മദ്യം കുടിക്കുന്നവരെ മാത്രമല്ല, മസ്താകുന്ന വസ്തു കടിക്കുന്നവരെ മാത്രമല്ല, അത് കൊണ്ടുപോകുന്നവരെയും അത് വിൽക്കുന്നവരെയും അത് വിൽക്കുന്ന സ്ഥലങ്ങളെയും അതിന്റെ കാശ് പറ്റുന്നവരെയും അതിന്റെ തൊഴിലാളികളെയും അതിനുവേണ്ടി മുന്തിരിച്ചാറ് പിഴിയുന്ന ആളുകളെ വരെ ശപിച്ചിട്ടുണ്ട്. ഉമ്മമാരെ, സഹോദരിമാരെ, തോന്നും വിധം വീട് വിട്ട് ഇറങ്ങി ഉലാത്തുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ഒരു നിയമവും പാലിക്കാതെ, ഇസ്ലാമിന്റെ ഒരു നിയമവും അംഗീകരിക്കാതെ, ഫ്രീഡം ഉണ്ടല്ലോ എന്നും കരുതിയിട്ട് തോന്നും പോലെ കറങ്ങുന്ന സഹോദരിമാരുണ്ട്. ഞാൻ അവരെ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ പറയരുത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലഅനത്ത് പറ്റിയ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെട്ടുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാനത്ത് ചെയ്ത വിഭാഗമാണ് ഭംഗി പ്രദർശിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ സ്വാധീനിക്കുന്ന വിധം, മറ്റുള്ള ആളുകളെ സ്വീകരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന വിധം ശരീരത്തിന്റെ ഭംഗിയൊക്കെ പ്രദർശിപ്പിച്ച് പുറത്തിറങ്ങി ഉലാത്തുന്ന വിലസുന്ന സഹോദരിമാര് അവരെ ശപിച്ചിട്ടുണ്ടേ. മറ്റുള്ളവരുടെ ശാപം പോലെയല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം. അത് തട്ടുമെന്ന് ഉറപ്പാണ്. അവിടുത്തെ ദുആന മറ്റുള്ളവരുടെ ദുആന പോലെ കാണരുത്. ആ ദുആ കുറച്ച് ഗൗരവേറിയ ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദുആ അത് മുസ്തജാബാണ്, അത് ഉത്തരം നൽകപ്പെടുന്ന ദുആയാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇപ്പത്തെ രംഗം എന്താണ്? സുബ്ഹാനല്ലാഹ്, മാതാപിതാക്കൾക്കും അതിൽ പ്രശ്നമില്ല എന്ന് പറയുന്നു. നമ്മളൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹിതന്മാരാ, തങ്ങളെ മഹബത്ത് വെക്കുന്നവരാന്നൊക്കെ പറയുന്നു. ആ വാക്കിന് വലിയൊരു അർത്ഥം നമ്മൾ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീന് അംഗീകരിക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. അത് വിട്ട് ഒരു കളിയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. അത് എൻ്റെ ഒരു അപേക്ഷയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മേൽ പേടിച്ച വിഷയം ഒന്നാണ്, ഒറ്റ ഒന്ന്. എന്താ അള്ളാഹുവിന്റെ റസൂല് പേടിച്ചത്? അതാണ് ഇപ്പൊ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ നബി തങ്ങൾ പേടിച്ചത്? ഇന്നി അഖാഫു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് മേൽ പേടിക്കുന്നു, തുബ്സത അലൈക്കുമുദ്ദുന്യാ, ദുനിയാവ് നിങ്ങളെ മേൽ വിശാലമാക്കപ്പെടലിനെ ഞാൻ പേടിക്കുന്നു. ദുനിയാവ് എല്ലാവരുടെ കയ്യിലും വന്നു. ദുനിയാവിന്റെ പ്രൗഢിയും ദുനിയാവിന്റെ ഭംഗിയും അത് വന്നിട്ടോ നിങ്ങൾ മുൻഗാമികൾ നശിച്ചതുപോലെ നിങ്ങൾ നശിക്കുന്നു. ദുനിയാവ് ഇഷ്ടം പോലെ കയ്യിൽ വരുമ്പോ ദീനിന്റെ നിയമങ്ങൾ പിറകോട്ട് തള്ളുകയാണ്. ആരെങ്കിലും അത് പറഞ്ഞാൽ അവൻ ഒറ്റപ്പെട്ടു പോകുന്നു. ആ നിയമത്തിന് പുല്ല് വിലയാണ്. മുസ്ലിം സഹോദരൻ മുസ്ലിം സഹോദരി ഇത് തള്ളിക്കളഞ്ഞു. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പറയും, ഉസ്താദേ അതൊക്കെ പഴഞ്ചൻ സംസ്കാരമാണ്. ഇപ്പൊ ജീവിക്കാൻ അങ്ങനത്തെ നിയമങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ജീവിക്കാൻ നിങ്ങൾ നിസ്കരിച്ചോളണമെന്നില്ല, നോമ്പോറ്റോളണമെന്നില്ല, ഒന്നും ചെയ്തോളണമെന്നില്ല. ദുന്യാവാണ് അല്ലാഹു തആല തരും. ഒരു ഇഞ്ച് വിശ്വസിക്കാത്ത ആൾക്കാർക്കും ദുന്യാവ് കൊടുത്ത റഹ്മാനാണ് പടച്ച റബ്ബ്. ഇഷ്ടം പോലെ തരും. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ തങ്ങളെ അംഗീകരിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. പുറത്തോട്ട് തള്ളരുത്, ഒരൊറ്റ വിഷയത്തിലും തള്ളരുത്.
ഹറാം ഹറാമായി കാണാനുള്ള കഴിവ് വേണം. ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആബിദ് എന്ന് നബി തങ്ങൾ പറഞ്ഞ ആരാ? 5 വക്ത് നിസ്കരിക്കുന്ന ആള് എന്നല്ല മുത്തുനബി തങ്ങൾ പറഞ്ഞത്. തങ്ങൾ പറഞ്ഞ വാക്കെന്താ? ഇത്തഖിൽ മഹാരിം, ഹറാമുകളെ നീ സൂക്ഷിക്കണം. തകുൻ അഅബദന്നാസ്, നിനക്ക് ജനങ്ങളിൽ ഏറ്റവും വലിയ ആബിദാകാം. സഹോദരാ സഹോദരി, അന്യ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സമ്പർക്കത്തിന്റെ കഥ എന്താണ്? നമ്മളിടയിൽ നിന്ന് പറയാൻ പറ്റുമോ? മുസ്ലിങ്ങളുടെ ഇടയിൽ പറയാൻ പറ്റുമോ? ഞാൻ നിൽക്കുന്ന മഹല്ലിലൊക്കെ ഞാൻ ആൾക്കാരോട് പറയലാണ്, നിങ്ങൾ ഈ നാട്ടിൽ എന്ത് കല്യാണം നടത്തിയാലും എനിക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ, എന്നെ വിളിക്കരുത്, എന്നെ വിളിക്കരുത്. നിങ്ങളെ നിക്കാഹ് ഞാൻ ചെയ്തിട്ടില്ല, പരാതി ഒന്നും എനിക്കുണ്ടാവില്ല. നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും നിക്കാഹിച്ചോളൂ, ഏതെങ്കിലും തങ്ങളോ ഔലിയെ ഏതെങ്കിലും ഔലിയപ്പാപ്പയോ മൂലപ്പാപ്പോ ആരെങ്കിലും ചെയ്തു, എനിക്കതിൽ ഒരു പരാതിയില്ല. ഞാൻ ആരോടും ആ പരാതി പറയില്ല. നിങ്ങൾ എന്നെ നിക്കാഹിന് വിളിച്ചില്ല, കല്യാണത്തിന് വിളിച്ചില്ല, ഞാൻ ആരോടും പറയില്ല. പിന്നെ നിങ്ങളെ കണ്ട സലാം പറയാൻ സലാമൊക്കെ ഞാൻ പറയും. നിങ്ങൾ മരിച്ചാലൊക്കെ വന്ന് മയ്യത്ത് നിസ്കരിക്കും, ദയവ് ചെയ്തിട്ട് അതിന് വിളിക്കരുത്. കാരണം പറഞ്ഞാൽ കേൾക്കൂല, നമ്മുടെ സമൂഹം പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ നമ്മൾ വിളിച്ചിട്ട് വഷളാണെന്തിനാ? നമ്മൾ പോകണ്ടല്ലോ. നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞാൽ പഠിച്ചോനെ ഞാൻ പങ്കെടുത്തിട്ടില്ല, ഞാൻ അറിയില്ല റബ്ബേ ഞാൻ പങ്കെടുത്തിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞൊക്കെ വെറുതെ ഒരു കഥയായി മാറൂലേ? മുത്തുനബിയോട് വലിയ മഹബത്താന്നൊക്കെ പറഞ്ഞത്. നാളെ ഇവിടെ ബുർദാ മജ്ലിസ് അല്ലേ നമ്മൾ നടത്തുന്നത്? അത് നമ്മളെ മനസ്സിലും ആഖിറത്തിലൊക്കെ ഒരു കഴമ്പുള്ള കാര്യം മാറണ്ടേ? അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കണം. അംഗീകരിക്കാൻ കഴിയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കണം. തങ്ങൾ ഏറ്റവും കൂടുതൽ വെറുത്തത് എന്താ? ഹറാമാണ് വെറുത്തത്. തങ്ങൾക്ക് ഏറ്റവും അധികം വെറുപ്പുള്ള സംഗതി ഹറാമാണ്. ചെറുപ്പക്കാരികളോട് പറയട്ടെ, നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയ ശേഷമുള്ള പഠനത്തിൽ ഒരൊറ്റ അന്യപുരുഷനോടും സമ്പർക്കം ചെയ്യാത്ത വിധമുള്ള പഠനമാകണം. കഴിയുമോ നിങ്ങൾക്കതിന്? അപ്പോഴേ മുത്തുനബി തങ്ങൾ ഖൽബിലേക്ക് വരൂ. ചെറുപ്പക്കാരോട് പറയട്ടെ, ഒരൊറ്റ അന്യപെണ്ണിനോടും ചാറ്റ് ചെയ്യാതെ, സംസാരിക്കാതെ, കുശലം പറയാതെ പഠിക്കാനുള്ള കഴിവ് വേണം. ഹറാമാണ് സഹോദരാ, ഹറാമാണ് എന്ന് അറിഞ്ഞുകൊണ്ടത് പെരുമാറിയാലോ അതിന്റെ കുറ്റം എത്രയാണ്? ഈ ചെയ്യുന്നത് ഹറാമാണ് എന്നറിയാം, ഈ സംസാരിക്കുന്നത്, ഈ കുശലാന്വേഷണം പറയുന്നത്, കൊഞ്ചിക്കുഴയുന്നത്, ചാറ്റിങ് നടത്തുന്നത്, മെസ്സേജ് ചെയ്യുന്നത് ഒക്കെ ഹറാമാണെന്ന് നിനക്കറിയാം. അറിഞ്ഞിട്ടും നീ ആ വിഷയത്തിൽ പങ്കെടുത്താലോ നിന്റെ മനസ്സിൽ ഹറാമിനെ പറ്റി നിസ്സാരവൽക്കരിച്ചു. ഇതിനൊന്നും കുഴപ്പമില്ല എന്നൊരു ചിന്ത വന്നു. ഏറിപ്പോയാൽ പിന്നെ നിന്റെ സീറ്റ് എവിടെയാണെന്നറിയുമോ? നീ മുർത്തദ്ദാണ്. ദീനിന്റെ പടിയിൽ നിന്ന് നീ പുറത്താണ്. മുർത്തദ്ദിന്റെ സങ്കേതം സ്വർഗമല്ല, നരകാഗ്നിയാണ്. മുർത്തദ്ദായവർ കിടക്കുന്ന നരകത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ പറയട്ടെ, വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയട്ടെ, ഹറാമിന്റെ രംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അത് കല്യാണമാണെങ്കിലും ശരി, സൽക്കാരമാണെങ്കിലും ശരി, ഏത് രൂപത്തിലുള്ള പരിപാടിയാണെങ്കിലും ഫംഗ്ഷനാണെങ്കിലും ശരി, റബ്ബ് തആല അനുവദിക്കാത്ത ഒരു സമ്പർക്കവും അതിൽ പറ്റുകയില്ല. പാടില്ല, അങ്ങനത്തെ ഒരൊറ്റ വിഷയവും പാടില്ല. അല്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അതിന് കഴിവ് വേണം, പ്രാപ്തി വേണം. അവിടെയാണ് നമ്മൾ ഈമാൻ ജ്വലിക്കേണ്ടത്. സഹോദരിമാരോട് പറയട്ടെ, എവിടെയാണ് ഈമാൻ ജ്വലിക്കേണ്ടത്? അതിൽ നിന്ന് മാറി ചിന്തിച്ചു പോകരുത്. വളരെ പേടിച്ചിട്ട് ഭക്തിയോടെ കഴിഞ്ഞുകൂടി മറ്റു പലരും ഹജ്ജിനും ഉംറക്കും പോകും പോലെ ഹജ്ജിനും ഉംറക്കും പോകാതെ ഒരൊറ്റ ഹജ്ജും ഒരൊറ്റ ഉംറയും ചെയ്തിട്ട് ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ അതീവ സൗന്ദര്യമുള്ള വനിതയായിരുന്നു സയ്യിദത്തുനാ ബീവി സൗദ റളിയല്ലാഹു അൻഹാ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ ഭാര്യ സൗദ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് എന്തേ പുറത്തു പോകാൻ ആരും വാഹനം കൊടുക്കാത്തോണ്ടാ? മക്കത്തുനിന്ന് മദീനത്തുനിന്ന് മക്കത്തേക്ക് റൂട്ട് അറിയാത്തത് കൊണ്ടാ? സഹായികൾ ആരെയും കിട്ടാഞ്ഞിട്ടാ?
സഹോദരിമാരോട് പറയട്ടെ, കുനുകുനേനയുള്ള ഉംറ വേണ്ട. ഇപ്പുറത്ത് മുസീബത്തിന്റെ ബാബ് വേറെ തുറന്നിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അതിന്റെ വർത്തമാനങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. സിയാറത്തും ഉംറയും ഒക്കെ നിർബന്ധമായ അവസ്ഥയിലുള്ളത് മാത്രം ചെയ്തിട്ട് പരിമിതപ്പെടുത്തുക, അത്ര മതി. കുനുകുനേന വേണ്ട. നിർബന്ധ ബാധ്യതകൾ വേറെ കിടക്കുന്നതൊക്കെ വീട്ടുക. പുരുഷന്മാരെ പോലെ എല്ലാ ഘട്ടങ്ങളിലേക്കും ഇറങ്ങേണ്ട ആളാണ് ഞാനെന്ന് ധരിക്കരുത്. അങ്ങനെ ഒരു പെർമിറ്റ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകൾക്ക് നൽകിയിട്ടില്ല. ആണിനെ പോലെ സദാസമയത്തും സർവരംഗങ്ങളിലും പെണ്ണിനും വരാനൊരു അവകാശമുണ്ട്. അത് ഫെമിനിസ്റ്റുകളുടെ വാദമാണ്. ഇന്ത്യയിലും ഫെമിനിസത്തിന്റെ ഒരു വാദമാണത്. സഹോദരങ്ങളെ, പല അവസ്ഥകളിലും അത് ചുളിഞ്ഞു പോയിട്ടുണ്ട്. അവരാ വാദങ്ങൾ കൊട്ടിയടക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഞാനത് വിശദമായി പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിമാരും അവിടുത്തെ പെൺമക്കളും അവിടുത്തെ പേരക്കുട്ടികളും മദീന പള്ളി തൊട്ടടുത്തുണ്ടായിട്ടും ഒന്ന് കാലെടുത്ത് വെച്ചാൽ ആ പള്ളിയിലെ സൊഫിലേക്ക് എത്താം. അവർക്ക് വേണ്ടി വേറെ സ്ഥലം തന്നെ സ്വഹാബത്ത് ഒഴിഞ്ഞു കൊടുക്കും. പക്ഷേ പുറപ്പെട്ടു പോയിട്ടില്ല. ഒരൊറ്റ പെണ്ണും പോയിട്ടില്ല. ആ പള്ളിയോട് ചാരിയിട്ടല്ലേ ആയിഷ ബീവിന്റെ വീട് ഇന്നും നിങ്ങൾ കണ്ടില്ലേ? മദീന പള്ളിയോട് ചാരിയിട്ടുള്ള വീടല്ലേ? എത്ര അടുത്താണ് ആ വീടുള്ളത്? ഒന്ന് കാലെടുത്ത് വെച്ചാൽ പള്ളിയിലെത്തിയില്ലേ? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന വീടല്ലേ ആയിഷ ബീവി താമസിച്ച വീട്? 40 ചില്ലാനം കൊല്ലം താമസിച്ചിട്ടും ഒരിക്കൽ പോലും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചന്തക്ക് പോയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കച്ചവടത്തിന് പോയോ? എന്താലേ, ഒക്കെ പെർമിറ്റല്ലേ, ഒക്കെ സുഖല്ലേ, ഒക്കെ സുന്ദരല്ലേ? എല്ലാ അടയാളങ്ങളും ഇനി കാണാനൊന്നും